മന്ത്രിയുടെ ഫോട്ടോ മന്ത്രി അറിയാതെ കട്ട് ആൻഡ് പേസ്റ്റ് ദുരുപയോഗം ചെയ്തുകൊണ്ട് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ഓൺലൈൻ മീഡിയക്കെതിരെ പോലീസിൽ പരാതി നൽകി. ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി വാസവൻ അവர்களுമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോച്ചയെ കുറിച്ചോ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ചോ ഒന്നും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഓൺലൈൻ മീഡിയ മന്ത്രി മുമ്പെങ്ങോ നടത്തിയ ഒരു പ്രസ്താവന എടുത്തുകൊണ്ട് മറ്റേതോ സൊസൈറ്റികളെ കുറിച്ച് പറഞ്ഞ വാർത്ത എടുത്തുകൊണ്ട് അതിൽ കട്ട് ആൻഡ് പേസ്റ്റ് കുത്തിത്തിരികെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ബോച്ച എന്ന് കേറ്റിക്കൊണ്ട് വ്യാജമായി പ്രചരിപ്പിച്ചതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി 2500 കോടി രൂപയിൽ പരം ബിസിനസ് ചെയ്തിട്ടുള്ളതും 1.5 ലക്ഷം മെമ്പേഴ്സ് ഉള്ളതും 550 കോടി ഡെപ്പോസിറ്റ് ഉള്ളതും കൂടാതെ 87,000 മെമ്പേഴ്സിന് ലാഭവിഹിതം നൽകിയിട്ടുള്ളതുമായ ഇന്ത്യയിലെ ഒന്നാം കിട സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് 1.5 ലക്ഷം മെമ്പേഴ്സ് ഉള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വെറും 550 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ബിസിനസ് അടിച്ചമർത്താൻ വേണ്ടി കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KJ ജേക്കബ് പറയുകയാണ്, ഓരോരുത്തരും ഓരോ കോടി രൂപ വെച്ച് നിക്ഷേപിച്ച് അങ്ങനെ 550 പേര് കൂടിയാണ് 550 കോടി രൂപ നിക്ഷേപിച്ചതെന്ന്. തികച്ചും തെറ്റാണ്. എന്നാൽ 20,000 മെമ്പേഴ്സ് കൂടിയാണ് 550 കോടി രൂപ നിക്ഷേപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സീനിയർ മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ഒരു മാന്യ വ്യക്തിയാണ്, എനിക്ക് അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഈ ഒരു ഓൺലൈനിലുമായി ചേർന്നുകൊണ്ട് കൊട്ടേഷൻ എടുത്തുകൊണ്ട് സമ്പത്തിന് വേണ്ടി ഇതുപോലെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ ഈ മീഡിയ ഇതുപോലെയുള്ള മാന്യ വ്യക്തികളെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് തെറ്റായ വാർത്തകൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ ഈ ജേക്കബ് സാറിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, സാറേ 550 പേര് അല്ല ഉള്ളത്, 1.5 ലക്ഷം പേരാണ്, ഓരോ കോടിയല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, 20,000 പേര് കൂടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ബോച്ചെ, ഐ എം സോറി, അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ ഇവർ പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളത്, മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഈ പോലീസ് പരാതിയിൽ ഞാൻ അദ്ദേഹത്തെ പെടുത്തിയിട്ടില്ല. അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ സത്യസന്ധമായ വാർത്ത കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ നന്നായി പഠിച്ച്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നവർ കറക്റ്റ് പഠിച്ചിട്ട് മാത്രം പറയുക.